നമസ്കാരം. ശശി തരൂർ എംപിയുടെ ഗൺമാന് നേരെ വണ്ടൂരിൽ കയ്യേറ്റ ശ്രമത്തിൽ നിറയുന്നത് അസ്വാഭാവികത. എംപിയുടെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന കാറിലെ യാത്രക്കാരാണ് പ്രകോപിതരായി കയ്യേറ്റത്തിന് മുതിർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ വണ്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട എംപിയുടെ വാഹനത്തിന്റെ ഡ്രൈവർ ഹോൺ മുഴക്കിയതാണ് തർക്കത്തിന് കാരണമായത്. ഇതിൽ പ്രകോപിതരായ മുന്നിലെ വാഹനത്തിലുണ്ടായിരുന്ന സംഘം കാറിൽ നിന്നിറങ്ങി എംപിയുടെ വാഹനത്തിന്റെ ബോണറ്റിലടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇത് തടയാനായി പുറത്തിറങ്ങിയ ഗൺമാനെ സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. ആക്രമണത്തിന് മുതിർന്ന സംഘം സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എംപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കയ്യേറ്റം ചെയ്തതിനും IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ശശി തരൂർ എംപി വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന സമയത്താണ് നാടകീയമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയത്. കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഒളിവിലുള്ള മറ്റൊരാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായും വണ്ടൂർ പോലീസ് അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ വാഹനങ്ങൾ തടയുന്നതും ജനപ്രതിനിധികളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കാറിലെത്തിയ സംഘം വാഹനം തടഞ്ഞ് അസഭ്യം പറഞ്ഞെന്നുമാണ് ഗൺമാൻ വണ്ടൂർ പോലീസിൽ പരാതിയായി നൽകിയത്. തരൂരിന്റെ കാറിനെ പിന്തുടർന്നെത്തിയാണ് സംഘം കാർ കുറുകെയിട്ട് വാഹനം തടഞ്ഞത്. തരൂരിനെ അസഭ്യം വിളിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗൺമാൻ ഇടപെട്ടത്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ വൈരാഗ്യമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഈ സംഘത്തിന് യാതൊരു പിന്തുണയും ലഭിച്ചതുമില്ല. ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമികൾ എത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പ്രകോപനത്തിനുള്ള യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. ശശി തരൂർ എംപിയുടെ വാഹനത്തിന് നേരെ വണ്ടൂർ ചെള്ളിത്തോട് വെച്ച് ശനിയാഴ്ച രാത്രി 7 മണിയോടെയാണ് അസ്വാഭാവികമായ ആക്രമണം ഉണ്ടായത്. മലപ്പുറത്തെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന എംപി പ്രദേശത്തെ ഗതാഗതക്കുരുക്കിനിടെ എംപിയുടെ വാഹനത്തിന്റെ ഡ്രൈവർ ഹോൺ മുഴക്കിയതാണ് തർക്കത്തിന് കാരണമായത്. ഇതിൽ പ്രകോപിതരായ മുന്നിലെ കാറിലുണ്ടായിരുന്ന സംഘം പുറത്തിറങ്ങി എംപിയുടെ വാഹനത്തിന്റെ ബോണറ്റിലടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച ഗൺമാനെ സംഘം കയ്യേറ്റം ചെയ്യാൻ മുതിരുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ വണ്ടൂർ പോലീസ് എന്തായാലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. എംപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കയ്യേറ്റം ചെയ്തതിനും IPC പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഉപയോഗിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലും എടുത്തു. എംപി വാഹനത്തിനുള്ളിലിരിക്കെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ വൈരാഗ്യമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന കാര്യം പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. തരൂരിന്റെ കാറിനെ പിന്തുടർന്നെത്തിയാണ് സംഘം വാഹനം തടഞ്ഞെന്ന ഗൺമാന്റെ പരാതി സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമികൾ എത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലവിലുള്ള ഒരാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്നും വണ്ടൂർ പോലീസ് അറിയിക്കുന്നുണ്ട്.